മുല കൊടുത്താക്കി പോറ്റി ഉമ്മ ബീവിനെ അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിച്ചത് ആമിന ബീവിയാണ്. മുലയൂട്ടിയ ഹലീമ ബീവി എന്ന സ്ത്രീയെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിരുന്നത് ഉമ്മ എന്നാണ്. അതുകൊണ്ട് എന്നെ വയറ് കീറി പുറത്തെടുത്തതാണ് എന്ന് പറയുന്ന മക്കളെ, ഉമ്മയോട് ആ മക്കളായ നിങ്ങൾക്ക് സ്നേഹം കാണിക്കാതിരിക്കാൻ കഴിയില്ല സഹോദര. കാരണം ആ ഉമ്മ എന്ന് പറയുന്നത് എത്ര വലിച്ചെറിഞ്ഞാലും എത്ര വെട്ടിമുറിച്ചാലും പറയാത്ത സ്നേഹത്തിന്റെ പ്രതീകമാണ്. ആ ഉമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഖുർആനിൽ ഒരു ഉമ്മയുടെ വേദനയെക്കുറിച്ച് പറയുന്നുണ്ട്. എവിടെയെന്നറിയോ? ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രവാചകന്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഏത് പ്രവാചകനാ? പറയേ. ഈസാ നബിയോ? അട്ടിപ്പോ പറയേ. മൂസാ നബി അലൈഹിസ്സലാം. അവനോട് ഞാൻ പറഞ്ഞ അവൻ എല്ലാ സദസ്സിലും വരണോണ്ടാണ്. അല്ലാഹു തആല ദീർഘായുസ്സോ എല്ലാ മജ്‌ലിസിലുള്ള ഫ്രണ്ടിൽ ഒന്നിങ്ങനെ ഫസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത്രയും മജ്‌ലിസുകൾ പോകുമ്പോ കേൾക്കുന്നതൊക്കെ മനസ്സിലിങ്ങനെ കോർത്തു വെക്കണം. പലരും കളിയാക്കും, എവിടെ പോവാ ബൈക്കിൽ എന്നൊക്കെ അടിച്ചെന്ന് ഇറങ്ങിയെന്ന് വാക്കുകളുടെ വാദമുണ്ടടാ ഉണ്ടുമാ. അവരെ പലരും കളിയാക്കും. റോഡിൽ ഇരിക്കുന്നവരും ഫുട്ബോൾ ടൂർണമെന്റിന് പോകാതെ ഞാൻ വരൂല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു നിന്നോടെയും മിണ്ടൂല ഇണങ്ങൂല, ഒരു വാക്കവി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കുരു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഗാനമേളക്കാരും ഫുട്ബോളുകാരും ടൂർണമെന്റുകാരൊക്കെ കളിയാക്കുമ്പോഴും അതൊന്നും പ്രശ്നമല്ല. അള്ളാഹുവിനെ സാക്ഷി നിർത്തി സ്വർഗീയ ആരാമത്തിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളെ പഠിക്കണം. അള്ളാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ടിട്ടുള്ള പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് മൂസാ നബിയുടെ മാതാവിന്റെ സങ്കടം അല്ലാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖറാ ഇദാ ഔഹൈനാ ഇലാ ഉമ്മിക മാ യുഹാ അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള ജറന്നിലുള്ള ആൺമക്കളെ കൊന്നുപോയിരുന്ന കാലഘട്ടമാ. രാജാവിനെ ഭീഷണിയാകുമെന്ന് ജോത്സ്യൻ പറഞ്ഞു കൊടുത്തപ്പോ ഒരാണും ഇനി ഇവിടെ വളരണ്ടാണ് പറഞ്ഞുകൊണ്ട് കരുത്തിറക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിച്ച ഉമ്മയോട് അല്ലാഹുവിന്റെ അറിയിപ്പ് എന്താ? പെട്ടിക്കകത്താകയിട്ട് പൊന്നുമോനെ ഒരുക്കി വിടാനാണ്. സുബ്ഹാനല്ലാഹ്. ആ പെട്ടിക്കകത്ത് പൊന്നുമോനെ അടച്ചിട്ട് ഒരുക്കി വിടുമ്പോ ആ മാതാവിന്റെ മനസ്സിന്റെ സങ്കടം എത്ര വലുതാ. 20 വയസ്സാണ് ഗൾഫിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പൊന്നുമോനില്ലേ, വീട്ടിന്റെ അകത്ത് നിന്റെ ഉമ്മ പൊട്ടിക്കരയുമ്പോൾ നീ കണ്ടിട്ടില്ലേ? ഏറ്റവും അധികം നീ വിനീതിന്റെ കാസറ്റുകൾ വിറ്റടിച്ചത് വേദനിക്കുന്ന ഗൾഫുകാരൻ എന്ന കാസറ്റാണ്. അല്ലാഹുവേ പ്രവാസികളെ നീ സഹായിക്കണേ അല്ലാഹ്. സൗദി അറേബ്യയുടെ മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പടച്ചവരെ നാട്ടിലേക്ക് ചെന്നാലെന്ത് ജോലി ചെയ്യുമല്ല എന്നോർത്തുകൊണ്ട് സങ്കടപ്പെടുന്ന സാധുക്കളാണ് പ്രവാസികൾക്ക് നീ സമാധാനം കൊടുക്കുകയല്ല. മോനെ നീ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി യാത്ര ചോദിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോ ആ വീട്ടിന്റെ അകത്ത് ഏറ്റവും അധികം കരയുന്നതായ വേദനയോടെ നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയല്ലേ, ആ ഉമ്മാക്ക് സഹിക്കാൻ പറ്റോ? ആ ഉമ്മാക്ക് താങ്ങാൻ പറ്റോ നീ യാത്രയാകുന്നത്? അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. വെക്കേഷൻ സമയത്തൊരു പൊന്നുപോലെ ദറസിൽ കൊണ്ടാകയിട്ട് ഉപ്പ മടങ്ങി വരുമ്പോ വീട്ടിന്റെ അകത്ത് ഭക്ഷണം കഴിക്കാതെ പൊന്നാലെ ഉമ്മ കിടന്ന് നിലവിളിക്കുന്ന എന്തിനാ? ആ പൊന്നുപോലെ ദൂരത്തുണ്ടാക്കുമ്പോ ഉമ്മാക്ക് സമാധാനമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു പച്ചക്കടപ്പടച്ചിട്ടൊരു പൊന്നുപോലെ വെള്ളത്തിലൂടെ ഒരുക്കി വിടുന്ന മാരാവിന്റെ അവസ്ഥ? അല്ലാഹുവേ ആ കണ്ണുകളിലെ ഖുർആൻ പറയുമ്പോ തിരൂര് ദീപിയങ്ങാടിയുടെ പരിസരത്തുള്ള മഹാഭാരതം ഇഷ്ടപ്പെടുന്ന ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൈന്ദവ മതത്തിന്റെ വേദഗ്രന്ഥങ്ങൾ 99 മക്കളെ കൊലയ്ക്ക് കൊടുത്ത ഒരു മാരാവിന്റെ സങ്കടത്തിന്റെ കഥ പറയുന്നുണ്ടല്ലോ. മഹാഭാരതം നോക്കിയാൽ കാണാം 99 മക്കളെ നഷ്ടപ്പെട്ട ഗാന്ധാരി എന്ന് പറയുന്ന മാതാവിന്റെ സങ്കടം. ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്തിലോക്കെയുണ്ട് ഗാന്ധാരി പറഞ്ഞു, എന്റെ 99 മക്കളെയും നീ കൊലയ്ക്ക് കൊടുത്തല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധാരി എന്ന
വേദനിക്കുന്ന മാതാവിന്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ഒരു വാക്കുപോലും ശ്രീകൃഷ്ണ ഭഗവാന് തിരിച്ചു പറയാൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിന്റെ സ്നേഹം തിരിച്ചറിയാൻ തൗഫീക്ക് തരട്ടെ. മാതാവിന്റെ ഏറ്റവും വലിയ ആധുനിക കാലഘട്ടത്തിലെ സ്നേഹത്തിന് മുന്നിൽ ഏറ്റവും വലിയ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന മഹാനായ കവി എഴുതിയ ഒരു കവിത പോലും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു വേണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിലുണ്ടായിരുന്നു ആ കവിത. മാമ്പഴം എന്നാണ് അതിന്റെ പേര്. അറിയോ, പരിചയമുണ്ടോ ആ കവിത? ഇന്ന് നമുക്ക് ഉമ്മയെക്കുറിച്ചുള്ള കവിതയിൽ ഏറ്റവും അധികം പരിചയമുള്ളത് ചില മൊബൈലിൽ ഉണ്ടാവും. ഒരു കുരങ്ങന്റെ ഒരു കങ്കാരുവിന്റെ എന്തെങ്കിലും ഒരു ഫോട്ടോ കൊടുത്തിട്ട് വീണൊക്കെ കയ്യിൽ വെച്ച് മാക്ക് പെണ്ണേട്ടണം മാക്ക് പെണ്ണേട്ടണം കേട്ടില്ലേ? സുക്കൂറ് പെണ്ണേട്ടി, അബൂബക്കർ പെണ്ണേട്ടി, പെണ്ണേട്ടണം മാക്ക് പെണ്ണേട്ടണം ഇങ്ങനെ പറയാറുണ്ട്. ഞാനിപ്പോ ഒരു നിബിദിന പ്രോഗ്രാമിന് ഒരു മാർക്കിടാൻ വേണ്ടി പോയപ്പോ അവിടെ ഒരു കുട്ടി ഒരു പാട്ട് പാടി. അല്ലാഹുവേ, മനസ്സ് വല്ലാതെ നിറഞ്ഞുപോയി. ആ പ്രിയപ്പെട്ട കുഞ്ഞ് പാട്ട് പാടി ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നത്? അതിന്റെ ഉപ്പച്ചിയാ പഠിപ്പിച്ചത്. മോന്റെ ഉമ്മയുടെ പേരെന്താ? ഉമ്മയുടെ പേര് സുൽഫത്ത് ബീവി എന്നാണ്. ഉമ്മ മരിച്ചിട്ട് 3 കൊല്ലമായി അത്ര. അല്ലാഹു ആ മാതാവിന്റെ ഖബർ വിശാലമാക്കട്ടെ. നിബിദിന പ്രോഗ്രാം വലിയ പരിപാടിയിൽ യാദർച്ഛികമായി ഞാൻ ചെന്നതാണ്. ആ പ്രിയപ്പെട്ട കുഞ്ഞ് മൈക്കിന്റെ മുന്നിൽ കയറിയിട്ട്, മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട കുഞ്ഞ് മൈക്കിന്റെ മുമ്പ് നിന്നിട്ട് പറഞ്ഞു, ഉമ്മയെന്റെ പൊന്നുമ്മ, ഉമ്മയെന്റെ ജീവന, ഉമ്മ തന്ന സ്നേഹവും എന്നുമ്മ തന്ന ലാളനം ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. എന്റെ ഉമ്മാനെ ഒരിക്കലും മറക്കുകയില്ല. അത് ഉമ്മ മരിച്ച ഒരു കുഞ്ഞ് പാടുമ്പോഴുള്ള സങ്കടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ മരിപ്പിച്ച് ഉമ്മയില്ലാത്ത മക്കളാക്കി ഞങ്ങളുടെ മക്കളെ അള്ളാഹു മാറ്റാതിരിക്കട്ടെ. അതൊരു വല്ലാത്ത അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്കിങ്ങനെ ഉമ്മായെ കളിയാക്കുന്ന നെട്ടണമാക്ക് വെണ്ണേട്ടണോ ഇതൊക്കെ നമുക്കറിയുള്ളൂ. മാമ്പഴം എന്ന കവിതയിൽ കാണാം, അങ്കണത്തെ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴും, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ട് ബാലമാകന്തം പോയി തുണികൾ വീഴവേ, അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ മകൾ സ്വന്തം നോടി ചാടി ചടുത്തെത്തി. വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ നിർക്കദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വരിയാൾ. ഒരു മാറാള് വേദനയോടുകൂടി തന്റെ മകന്റെ വിട പറഞ്ഞു പോയ രംഗത്തെക്കുറിച്ച് ചിന്തിച്ച് പെറുക്കിയെടുക്കാൻ ഓടിവരുന്ന മാവിന്റെ ചൂട്ടിലെ മാമ്പഴം നോക്കി കരയുന്ന മനോഹരമായ മാമ്പഴം എന്ന കവിത. ഇതൊക്കെ മാതാവിന്റെ സ്നേഹം പറഞ്ഞു തരുമ്പോൾ, ഇതൊക്കെ മാതാവിന്റെ സങ്കടം പറഞ്ഞു തരുമ്പോൾ, എന്റെ സഹോദരങ്ങളെ, അത്രത്തോളം സ്നേഹം നമുക്ക് വിളമ്പിത്തരുന്ന ഉമ്മാക്ക് നീ ഇന്ന് വരെ പകരം കൊടുത്തതെന്താ? തിരൂര് വീപ്പിയങ്ങാടിയിൽ വന്നിരിക്കുന്ന ഉമ്മതറ്റ മക്കളെ, നിനക്ക് സ്നേഹം തന്ന, നിനക്കൊരുപാട് സന്തോഷം തന്ന, നിന്നെ ഒരുപാട് ഓമനിച്ച ഓ പ്രിയപ്പെട്ട മാതാവിന് ഇന്ന് വരെ നീ തിരിച്ചു കൊടുത്തതെന്താ? നീ ഒന്ന് ദേഷ്യപ്പെടുമ്പോ നിന്റെ ഉമ്മ കരയില്ലേ? നീ ഒന്ന് ചൂടാകുമ്പോ നിന്റെ ഉമ്മയുടെ കണ്ണ് നിറയില്ലേ? എന്നോടങ്ങനെ പറഞ്ഞല്ലോ, എന്നോടങ്ങനെ പറഞ്ഞല്ലോ. എങ്ങനെ പൊരുത്തപ്പെടിക്കും ചെറുപ്പക്കാരാ? ഉമ്മാടെ പൂർണ്ണ സമ്മതമില്ലാതെ മരിച്ചാല് കെളിമ പറയാൻ പറ്റൂല. 6 മണ്ണിന്റെ അകത്തളത്തിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ സമാധാനം കിട്ടൂല. എങ്ങനെ സമാധാനത്തോടെ പൊരുത്തപ്പെടിക്കുമെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഉമ്മമാരെ ഒരുപാട് വേദനിപ്പിച്ചവരെ, ഉമ്മമാരെ ഒരുപാട് കഷ്ടപ്പെടുത്തിയവരെ, ഒരു വിവാഹം കഴിഞ്ഞ് സുന്ദരിയാന് തൊലിവെളുപ്പുള്ള പത്രാസുകാരിയാ സമ്പന്ന വർഗത്തിലെ ഒരു പെണ്ണിനെ നിന്റെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവന്നതിന്റെ പേരില് വേദനയോടുകൂടി പ്രസവിച്ച ഉമ്മയെ മറക്കാ. എന്റെ തിരൂരുകാരായ ചെറുപ്പക്കാരാ, നിനക്ക് സാധിക്കുമോ? മോനെ, നീ എത്ര കുഞ്ചിക്കുടന്നാലും, എത്ര സ്നേഹം കൊടുത്താലും, എത്ര ബന്ധം നിലനിർത്തിയാലും, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തിലേക്ക് 3
തലാഖ് ചൊല്ലിയാൽ ആ ഭാര്യയുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞു മോനെ. 300 തലാഖ് ചൊല്ലിയാൽ